ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ന്യൂസിന് പ്രതികരിക്കുന്നത്. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഞാനും ഒരു നേഴ്സാണ്. നമ്മൾ നേഴ്സായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ കുറച്ച് നാളെങ്കിലും എക്സ്പീരിയൻസ് കാണും. നമ്മൾ ഓപ്പറേഷൻസ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ ന്യൂസിൽ ഈ ഡോക്ടർ ആ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിരുന്നു. ചിലപ്പോൾ അവർ റിട്ടയർമെൻ്റ് ആയി കാണും. പക്ഷേ അവർ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ന്യൂസിന് പ്രതികരിക്കുന്നത്. ചിലപ്പോൾ അത് മിസ്റ്റേക്ക് ആവാം, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായി കാണും. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ 20 വർഷം മുമ്പ് നടന്ന ഒരു സർജറി അന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം ഇത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം ആദ്യം. കാരണം ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. ഒരു സർജറി കഴിഞ്ഞിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഒരു വലിയ സർജറി ആയിരുന്നു. 5 വർഷം മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സർജറി. ആ പേഷ്യൻ്റ് എന്ന് പറയുന്ന ആ ചേച്ചി ഒരു സാധാരണക്കാരിയാണ്. ഒരു പാവപ്പെട്ട ഒരാളാണ്. അവർ തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 5 വർഷമായിട്ട് അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അവർ വേദന കാരണം സഫർ ചെയ്യുന്നു. അവർ ബ്ലീഡിങ് കാരണം സഫർ ചെയ്യുന്നു. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മോൻ അവരെ കൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും പോകുന്നു, എല്ലാ ഡോക്ടേഴ്സിനെയും കാണിക്കുന്നു. ആർക്കും ഇതിൻ്റെ കാരണം എന്നാന്ന് മനസ്സിലാവുന്നില്ല. അവസാനം ഇപ്പോൾ അവരെന്തോ യൂറിൻ ഇൻഫെക്ഷൻസൊക്കെ ആയിട്ട് എക്സ്റേ ചെയ്തപ്പോഴാണ് ഇത് കാണുന്നത്, മോസ്കിറ്റോ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് കാണുന്നത്. എന്നിട്ടും അത് മീഡിയക്കാർ ചോദിക്കുമ്പോഴും ഡോക്ടർ പറയുന്നത് അത് ആ എക്സ്റേ ഞാൻ കണ്ടായിരുന്നു, അതിൽ വെർട്ടിക്കലായിട്ടാണ് ആ മോസ്കിറ്റോ ഇരിക്കുന്നത്, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, അതവിടെ ഇരുന്നിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നാണ് പറയുന്നത്. ആ മോസ്കിറ്റോ എന്ന് പറയുന്ന സാധനം ഒരു സിസർ പോലത്തെ ഒരു കത്രിക പോലത്തെ തന്നെ ഒരു എക്യുപ്മെൻ്റാണ്. അതവർ സർജറിക്കിടയിൽ ടിഷ്യൂസ് ഹോൾഡ് ചെയ്യാനും ആർട്ടറിയൊക്കെ ക്ലാമ്പ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സർജറിക്കിടയിൽ സിസർ പോലത്തെ തന്നെ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് അത്ര ചെറുതൊന്നുമല്ല. അങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും നാളായിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ വേദന അനുഭവിച്ചു. അതാണ് അവർ പറയുന്നത്, കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ ഡോക്ടർ പറയുന്നത് അത് അവിടെ കടന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, ഇനിയിപ്പോൾ കുറേ നാൾ കടന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അതെങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാത്ത? ഒരു ഫോറിൻ ഒബ്ജക്റ്റ്, ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിന് റിയാക്ട് ചെയ്ത് തുടങ്ങും. നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, നമുക്കത് കാരണം പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ പറഞ്ഞ പോലെ അത് ഏതെങ്കിലും കുടലിലോട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയേനെ. അത് ജീവൻ പോകുന്ന പോലും രീതിയിലുള്ള കാരണങ്ങളായി മാറിയേനെ. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് ഈ ഡോക്ടർ പറയുന്നത്